കേരളത്തിലെ കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതുവരെ പഴയ കുറച്ച് നേതാക്കളുടെ പേരും പറഞ്ഞ് വരുന്ന ശിങ്കിടികൾക്ക് മാത്രമായിരുന്നു പാർട്ടിയിൽ സഹായം ലഭിച്ചിരുന്നത് എങ്കിൽ സണ്ണി തോമസിന്റെ നേതൃത്വത്തിൽ പുതിയ KPCC നേതൃത്വം വന്നതോടെ പൊങ്ങച്ചം പറയുന്നവർക്കും പഴയ തഴമ്പും കാണിച്ചു വരുന്നവർക്കും ഒന്നും അങ്ങനെ സീറ്റില്ലാതെയായി മാറിയിരിക്കുന്നു. അവരങ്ങനെ കയറി വരണ്ട എന്നൊരു സൂചനയാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന കുത്തിത്തിരിപ്പുകൾ വെച്ചല്ല കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നതെന്നും എല്ലാത്തിനും വ്യക്തമായ സർവേ നടത്തിയിട്ടാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എന്നും സണ്ണി ജോസഫും സംഘവും അറിയിച്ചിരിക്കുന്നു. അതുപ്രകാരം ഹൈക്കമാൻഡിന്റെ ആദ്യ സർവേ പുറത്തു വന്നിരിക്കുന്നു. അതിൽ പ്രധാനമായും കേരളത്തിലെ 3 ജില്ലകളിൽ BJPയുടെ വളർച്ച കൊണ്ട് കോൺഗ്രസിന്റെ സ്ഥിതി സ്ഫോടനാത്മകമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ചാണ് ആ സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ രഹസ്യ സർവേ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് കേരളത്തിലെ KPCC നേതൃത്വത്തിന് അറിയിച്ചിരിക്കുന്നതും. ആ ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് അതീവ ശ്രദ്ധ വേണ്ടത് എന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് കൈമാറിയ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. BJP അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ജില്ലകളിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോകാൻ സാധ്യത ഏറെയാണ്. കോൺഗ്രസ് നേതൃത്വം എപ്പോഴും തല്ലും ഗ്രൂപ്പുകളെയും ഇങ്ങനെ തുടർന്നു കൊണ്ട് നടന്നാൽ സാധാരണക്കാർ BJPയിലേക്ക് പോകുമെന്നും അതുകൊണ്ട് നല്ല നേതൃത്വം അധ്യക്ഷ പദവി ഏൽപ്പിക്കണമെന്നും സർവേ കോൺഗ്രസ് നേതൃത്വത്തോട് പറയുകയാണ്. ഈ ജില്ലകളിലെ BJP സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അടിത്തട്ട് മുതലുള്ള സംഘടനാ ദൗർബല്യം ഇവിടെ മനസ്സിലാക്കുകയും കൃത്യമായി പഠിച്ച് പ്രാദേശിക സ്വാധീനമുള്ളവരെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതുപോലെ മണ്ഡലത്തിൽ സ്വാധീനം മാത്രം നോക്കി കഴിവുള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം 40ഓളം നിയമസഭാ സീറ്റുകളാണ് ഈ 3 ജില്ലകളിലും ചേർന്നിട്ടുള്ളത്. അതിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ്, പാലക്കാട് ടൗൺ ഉൾപ്പെടുന്ന മാങ്കൂട്ടം MLA ആയി നിൽക്കുന്ന ഒറ്റ സീറ്റ് മാത്രമാണുള്ളത്. ഇതിനു മുൻപ് തൃത്താലയും അതുപോലെ ചിറ്റൂരും ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ അതൊന്നും കയ്യിലില്ല. ആകെയുള്ളൊരു സീറ്റ് പാലക്കാടാണ്. മണ്ണർക്കാട്ടുള്ളത് മുസ്ലിം ലീഗിനാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒറ്റ സീറ്റിൽ നിൽക്കുന്ന കോൺഗ്രസിന് 12ഓളം സീറ്റുകളുള്ള ആ ജില്ലയിൽ വലിയ വട്ടപൂജ്യത്തിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ വലിയ ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു കോവളം മാത്രമാണുള്ളത്. തൃശ്ശൂരിൽ ഒരു ചാലക്കുടി മാത്രമാണുള്ളത്. അതിൽ ചാലക്കുടിയാണെങ്കിൽ വെറും 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പറയാൻ തക്ക വലിയൊരു ഓളം സൃഷ്ടിച്ചൊരു MLA അല്ല അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ വലിയ മാറ്റം വന്നില്ല എങ്കിൽ വീണ്ടും പ്രതിപക്ഷത്താകും കോൺഗ്രസ് എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അതിൽ നിന്ന് മാറ്റം വന്നേ മതിയാകൂ. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വവുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത് തന്നെ ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ്. അതുപ്രകാരം മുന്നോട്ട് നീങ്ങാനാണ് പുതിയ KPCCയോട് AICC ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ 3 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ കണ്ടെത്തുമ്പോൾ ശക്തരായവരെ തന്നെ കണ്ടെത്താൻ പറയുന്നത്. അതിൽ തൃശ്ശൂരിൽ അഡ്വക്കേറ്റ് ടാജറ്റിനെ നിയമിച്ച് വെറും 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് സമർത്ഥത വേണം തൃശ്ശൂരിനെ ഭരിക്കണമെങ്കിൽ. നേതാക്കളെക്കാളും കൂടുതൽ ഗ്രൂപ്പ് ചിന്താഗതിയുമുള്ള തൃശ്ശൂരിൽ ഞങ്ങൾ നന്നാകില്ല എന്ന് തീരുമാനിച്ചവരാണ് പല നേതാക്കളും. അവരെ നന്നാക്കിയെടുക്കാൻ കൊണ്ടുവന്ന ഒരാളെ അത്ര പെട്ടെന്ന് മാറ്റിയാൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായം. ഇനി പാലക്കാട്, അവിടെ സന്ദീപ് വാര്യരെയാണ് ഏൽപ്പിക്കാൻ നേതൃത്വം തീരുമാനിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഈ സർവേയുടെ അടിസ്ഥാനത്തിലാകും അത് എന്നും വ്യക്തമാകുകയാണ്. കാരണം BJPയുടെ എല്ലാ കളികളും അറിയുന്ന BJPയുടെ മുൻ വക്താവ് കോൺഗ്രസ് അധ്യക്ഷനായാൽ BJPയുടെ എല്ലാ നീക്കങ്ങളെയും തകർക്കാം. ഇനി എന്ത് നീക്കത്തിന് BJP ഇറങ്ങിയാലും അതിൻ്റെ രഹസ്യം പുറത്തു വരും. അത് കഴിവുള്ള സന്ദീപ് വാര്യർ വരുന്നതോടെ BJPയെ നിലക്ക് നിർത്താമെന്നുള്ളൊരു ചിന്ത കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് അതിശക്തമായ വളർച്ചയാണ് BJPക്കുള്ളത്. അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. പണം വാരിയെറിഞ്ഞുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹം നടത്തുന്നു. അതുപോലെ പാലോട് രവിയുടെ നേതൃത്വത്തിലുള്ള കഴിവുകെട്ട കോൺഗ്രസും എല്ലാം ചേർന്ന് BJPയെ വളർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണുള്ളത്.
വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് കാർത്തികേയന്റെ മകൻ എന്നുള്ള നിലയിൽ KS ശബരിനാഥനെ പ്രസിഡന്റാക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. പണ്ടത്തെ ശബരിനാഥനാണെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നേതൃത്വം ആദ്യം തന്നെ ഇടകേറി പരിശോധിക്കുകയാണ്. BJPയുടെ കയ്യിൽ നിന്നും 3 ജില്ലകളെ രക്ഷിക്കുകയും ഒപ്പം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് AICC KPCCയെ അറിയിച്ചിരിക്കുന്ന ആദ്യ തീരുമാനം.